ഹായ് സുഹൃത്തെ, ഞാനിന്നൊരു പാട്ടിൻ്റെ ചരിത്രം പറയും. നിങ്ങൾക്കറിയുമായിരിക്കും പാട്ട്. അതെ, ഇതിൽ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. പണ്ടൊരു നാട്ടിൽ ഒരു രാജാവുണ്ട്. ഖാലിഫുൽ അൽ മൻസൂർ എന്നായിരുന്നു പേര്. ഈ രാജാവിൻ്റെ അടുത്ത് കുറേ കവികൾ വരുമായിരുന്നു, കവിതകൾ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഒരു തവണ കേട്ടാൽ അദ്ദേഹത്തിന് അത് മനഃപ്പാഠമാക്കുമായിരുന്നു. നല്ല ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കവികൾ വന്ന് ചൊല്ലിക്കൊടുക്കുമ്പോഴും അദ്ദേഹം ഇത് തിരിച്ചു ചൊല്ലും. ഇതെനിക്കറിയാം, ഇന്ന് സമ്മാനമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കും. അങ്ങനെ കുറേ പേര് വരികയും ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു കവി അവിടെ ചെല്ലുകയാണ് രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, നിങ്ങൾ ഈ കവിത കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൊല്ലിത്തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചൊല്ലുകയാണ്. അങ്ങനെ അദ്ദേഹം ചൊല്ലിക്കഴിഞ്ഞു. രാജാവ് ഒന്നും ചൊല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും രാജാവിനെ ശ്രദ്ധിക്കണം, കാരണം എല്ലാ പ്രാവശ്യവും രാജാവ് തിരിച്ചു ചെല്ലുന്നതാണ്. രാജാവ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് എന്താണ് വേണ്ടത്? നീ ചോദിച്ചോളൂ, എന്തുവാണെങ്കിലും ഞാൻ തരാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൊന്നോ പണമോ ഓരോ മറ്റൊന്നും വേണ്ട. നിങ്ങൾ ഇവിടെ വരുന്ന കവികൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനങ്ങളായി വരുന്നവരെല്ലാവർക്കും നിങ്ങൾ നൽകണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം രാജാവ് വരുന്നവർക്കെല്ലാം